വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച നടൻ മോഹൻലാൽ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 5:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന മോഹൻലാൽ 6:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. രാവിലെ 10:30 ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവയ്ക്കും. അതിനു പിന്നാലെ മോഹൻലാലിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്നായിരുന്നു അവാർഡ് വാർത്തയോടുള്ള മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ്, മലയാളികൾക്കേറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ. അതിന്റെ ആഘോഷത്തിലുമായിരുന്നു മലയാളികൾ. എന്തായാലും ഇന്ന് മോഹൻലാൽ കൊച്ചിയിൽ എത്തുകയാണ്. എപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേരുക? ഒരു വാർത്താ സമ്മേളനവും ഉണ്ടല്ലോ ആഘോഷങ്ങൾക്ക് പുറമെ. കൃഷ്ണ, സിനിമാ മേഖലയെ സംബന്ധിച്ചോളം രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2004 ശേഷം ഏതാണ്ട് 20 വർഷത്തിന് ശേഷം ഇപ്പോൾ അത് മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ് മഹാനടൻ മോഹൻലാലിലൂടെ. എന്തായാലും ഇന്നലെ മുതൽ തന്നെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നിർമ്മാണം, സംവിധാനം, അഭിനയം തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് കേന്ദ്ര വാർത്താ വിജ്ഞാപന മന്ത്രാലയം ഇത്തരത്തിലേക്ക് ഒരു അവാർഡ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഈ 23 നടക്കുന്ന ചടങ്ങിലായിരിക്കും, ദേശീയ അവാർഡ് ദാന ചടങ്ങിലായിരിക്കും മോഹൻലാൽ അവാർഡ് ഏറ്റുവാങ്ങുക. അദ്ദേഹം ഒരു റിയാലിറ്റി ഷോ അവതാരകനാണ്. ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. അതിനുശേഷം ഇവിടേക്ക് ഇന്ന് രാവിലെയോടുകൂടിയായിരിക്കും എത്തുക. 5:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 6:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. പിന്നീട് എളമക്കരയിലെ അമ്മയുടെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിയതിനു ശേഷം 10:30 കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ആയിരിക്കും അദ്ദേഹം എല്ലാവരോടും നന്ദി അറിയിക്കുക. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ആദ്യ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എല്ലാവരോടും നന്ദി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അണിയറ പ്രവർത്തകരുണ്ട്, സംവിധായകർ, നിർമ്മാതാക്കൾ, എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ഇത്രയും വളർത്തി വലുതാക്കിയത് കേരളീയ സമൂഹമാണ്, മലയാളി പ്രേക്ഷകരാണ്. അവരോടുള്ള നന്ദി ഇന്നലെ തന്നെ മോഹൻലാൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2004 ശേഷം അടൂർ ഗോപാലകൃഷ്ണനാണ് അവസാനമായിട്ട് മലയാള ചരിത്രലോകത്ത് ഇത്തരത്തിലുള്ള അവാർഡ് നേടിയതിനു ശേഷം 20 വർഷത്തിന് ശേഷം ഇപ്പോൾ മോഹൻലാലിലൂടെ അവാർഡ് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് മലയാള സിനിമാ ലോകമുള്ളത്. ഇന്നലെ തന്നെ പലരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നുള്ള സംവിധായകരുടെയും നിർമ്മാതാക്കളും ഒക്കെ ഇന്നലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ഇന്നലെ വാക്കുകൾ കുറിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ അഭിനന്ദനം പ്രവാഹം ഇപ്പോഴും മോഹൻലാലിന് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് എത്തി മലയാളി പ്രേക്ഷകരെ കാണുന്നതിന് വേണ്ടിയിട്ടും മലയാളി പ്രേക്ഷകരോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്താ സമ്മേളനം ഇന്ന് 10:30 കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഉണ്ടാകുകയും ചെയ്യും. ക്രിസ്റ്റീന റിജിത്ത്. മോഹൻലാൽ പുരസ്കാരത്തിന് അർഹനായതിൽ അങ്ങേയറ്റം അഭിമാനമെന്ന് നിർമ്മാതാവ് സിയാദ് ഖോക്കർ 24-നോട്. ദേവദൂതൻ എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ അതിശയിപ്പിച്ച നടനാണ് മോഹൻലാലെന്ന് അദ്ദേഹം പറഞ്ഞു. ധാരാളം പുരസ്കാരങ്ങൾ ഇനിയും ലാലിന് ലഭിക്കട്ടെ എന്നും സിയാദ് ഖോക്കർ പറഞ്ഞു. മലയാള സിനിമക്കൊരു അംഗീകാരം അദ്ദേഹം അത് നേടിക്കൊടുത്തു. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ദൈവാധീനം അദ്ദേഹത്തിൻ്റെ ഇനിയും പ്രശംസ തന്നെ ഉണ്ടാകട്ടെ, ഇനി അതേമാതിരി അവാർഡ്സ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത് ലാലിൻ്റെ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയാണ്. ഒരു സിനിമയിലെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ഓരോ ഇതാണ്, അതിലൊക്കെ പുള്ളി പെർഫോം ചെയ്ത് നമ്മളെയൊക്കെ അതിശയിപ്പിച്ച. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവം. അയ്യപ്പ സംഗമം വൻ പരാജയമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസ് അണികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സെഷനുകളുടെ ഇടവേളയിലെ ദൃശ്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് CPIMന്റെ പ്രതിരോധം. അയ്യപ്പ സംഗമം വലിയ വിജയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വാദിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ പെട്ടെന്ന് നടത്തിയ ഒരു ആഗോള അയ്യപ്പ സംഗമം, അതിൽ ഇന്നലെ മുഖ്യമന്ത്രി വേദി വിട്ടതോടുകൂടെ പിന്നീട് വേദികളൊക്കെ ശൂന്യമായിരുന്നു, ചർച്ചകൾ സജീവമല്ലായിരുന്നു എന്ന വിമർശനം ഒരു വഴിക്ക്, മറുവഴിക്ക് അത് വലിയൊരു വിജയമായിരുന്നു എന്ന വിലയിരുത്തലിലേക്ക് സർക്കാരും പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക എന്താണ്?
തീർച്ചയായും ചർച്ചകൾ ഇനിയും തുടരും ക്രിസ്റ്റീന രഞ്ജിത്ത്. ഈ നിലവിൽ എന്തായാലും വിമർശനങ്ങളും ആക്ഷേപങ്ങളുമായി ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ 3000-ലധികം പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിൽ പങ്കെടുത്തത് 1000-ൽ താഴെ ആളുകൾ മാത്രമാണെന്നും ഈ ഒഴിഞ്ഞ കസേരകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വിമർശനങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൂടാതെ യോഗി ആദിത്യനാഥ് എന്ന വലിയ BJP നേതാവിൻ്റെ പ്രസംഗം സന്ദേശം ഈ പ്രസംഗത്തിനൊപ്പം ഉദ്ഘാടന പ്രസംഗത്തിനൊപ്പം വായിച്ചത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഈ സെമിനാറുകളുടെ ഇടവേളകളിൽ കോൺഗ്രസ് നേതാക്കൾ പകർത്തി പുറത്തുവിട്ടവയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയം തന്നെയാണ്. ഈ ഒരു രീതിയിലും ഒരു പങ്കാളിത്തത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നും CPM വാദിക്കുന്നുണ്ട്. അതേസമയം BJP ചെറിയ പ്രതിരോധത്തിലാണ്. കാരണം BJP-യിലെ സമുന്നതനായ നേതാവ് കൂടിയാണ് യോഗി ആദിത്യനാഥ്. BJP ബഹിഷ്കരിച്ചിട്ടും BJP-യുടെ ഏറ്റവും സമുന്നതനായ നേതാവായ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ഈ പരിപാടിയിൽ വായിച്ചുകൊണ്ട് BJP-ക്ക് ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് CPM എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വലിയ വിജയമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും അവസാന നിമിഷം വരെ കോടതിയിൽ നിന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വിധി ഉണ്ടാകുമോ എന്നെല്ലാം ആശങ്കകളുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് സുപ്രീം കോടതി വരെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അവസാന നിമിഷമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത് തടയാതെ ഉള്ള അനുമതി ലഭിച്ചത്. ആ സാഹചര്യത്തിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇത്തരമൊരു സംഘാടനം പൂർണ്ണമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സംഘടിപ്പിച്ചത് കൊണ്ടാണ് ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് മികച്ച രീതിയിൽ സംഘടന നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വാദം. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പരാമർശങ്ങളടക്കം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി തന്നെ വിമർശനങ്ങളും അനുകൂലിച്ചും പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്റ്റീന ടിക്കരിജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സാമുദായിക നേതാക്കളെ അടക്കം വേദിയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ രാഷ്ട്രീയ വിജയമായി കൂടി CPIയും സർക്കാരും കാണുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ വിശകലനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം നാളെ പന്തളത്ത് നടക്കും. ഉച്ചവരെ ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം നടക്കുക. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവിധ ഹൈന്ദവ സംഘടനകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള സംഗമം പൊളിഞ്ഞു എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. എന്നാൽ പരിപാടി വൻ വിജയമാണെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തുവെന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം അവസാനിച്ചെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുമെന്ന ഉറപ്പാണ്. പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ സർക്കാർ പുറത്തുവിടും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുദർശനങ്ങൾ ഇന്നും ഒരു വിളക്കുമരമായി നിലകൊള്ളുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എല്ലാത്തരം സാമൂഹിക തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരു. വിഭാഗീയതകളും വേലിക്കെട്ടുകളും ഇല്ലാത്ത മനുഷ്യർ സമാധാനത്തോടെ വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം. എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനാണ് ഗുരു പോരാടിയത്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്തു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സാധാരണവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഗുരുവിന്റെ ആദർശങ്ങളും ഇടപെടലുകളും വീണ്ടും പ്രത്യാശ ജനിപ്പിച്ചു. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവങ്കോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ്. സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ. പുതിയ കാലത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വർഗീയതയും ജാതിപരമായ വേർതിരിവുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവ ദർശനങ്ങളിലൂടെ അവയെ പ്രതിരോധിക്കാൻ നമുക്കാകണം. മനുഷ്യവംശത്തിന്റെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കായി ഗുരു തുടരും. റിസർച്ച് ഡെസ്ക് 24. ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPIയും പോലീസും വേട്ടയാടിയതിനെ തുടർന്നാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി ഇന്നലെ BJP നേതൃത്വം രംഗത്തെത്തിയിരുന്നു.
തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് സഹായം ലഭിക്കാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നായിരുന്നു CPIMന്റെ ആരോപണം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വിവാദവും രാഷ്ട്രീയ വിമർശനങ്ങളും സജീവമാകുന്നുണ്ട്. BJP നേതൃത്വം ആ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? മറിച്ചൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. CPIM നേതൃത്വമടക്കം വിമർശനം ശക്തമാക്കുന്ന സാഹചര്യം. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? ഉമേഷ് ബാലകൃഷ്ണൻ. ഇന്നലെ രാത്രിയോടെയാണ് രജിത്ത് BJP നേതാക്കൾ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി BJP ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയും CPIMന്റെയും പോലീസിന്റെയും പീഡനത്തെ തുടർന്നാണ് അനിൽകുമാർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള വിമർശനമാണ്, അത്തരമൊരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഈ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള പണം വായ്പാ തിരിച്ചടവുണ്ടായിരുന്നു. ആ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് പണം ഉടൻ നൽകിയില്ല എങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു BJP നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതിരോധം. എന്തായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് നാളെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം CPM ഒരു ഭാഗത്ത് BJPക്കെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ സൊസൈറ്റിയിലെ സഹകരണ സംഘത്തിലെ 7 കോടിയോളം വരുന്ന വായ്പ, ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയിട്ടും അതിന്റെ സഹായം തേടി BJP നേതൃത്വത്തെ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം സമീപിച്ചിട്ടും അതും ഒരു സഹായവും ഉണ്ടായില്ല എന്നുള്ള അദ്ദേഹത്തെ വലിയ വിഷയം വെച്ചു. താൻ ഈ 7 കോടിയിൽ 1 രൂപ പോലും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നും അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിക്കാത്ത സഹായത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിമർശനമാണ് CPIM ഉന്നയിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാളെ CPIM ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അനിലിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഇന്ന് രാവിലെ 9 മണിക്ക് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം തിരുമല കോർപ്പറേഷൻ്റെ ഒരു ഷോപ്പിംഗ് മാളുണ്ട്, അവിടെയും പൊതുദർശനമുണ്ട്. അതിനുശേഷം വീട്ടിൽ പൊതുദർശനം നടത്തിയ ശേഷം 1 മണിയോടുകൂടി ശാന്തി കവാടത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. രജിത്ത്, ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. CPIM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ നടപടികൾക്ക് സാധ്യത. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ മൊഴിയെടുത്തേക്കും. MLAയുടെ സമയവും സൗകര്യവും അനുസരിച്ചാകും മൊഴി രേഖപ്പെടുത്തുകയെന്ന് പോലീസ് അറിയിച്ചു. KM ഷാജഹാൻ, കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവും വടക്കൻ പറവൂർ MLAയുമായ VD സതീശന്റെ അറിവില്ലാതെ ഇത്തരം പ്രചാരണങ്ങൾ നടക്കില്ലെന്ന രാഷ്ട്രീയ ആരോപണം നിലനിൽക്കെ KJ ഷൈൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിനൊപ്പം വേദി പങ്കിട്ടു. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരായ പരാതികളിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതിക്കാരിയായ നിർമ്മാതാവ് ഷീല കുര്യന്റെ മൊഴി രേഖപ്പെടുത്തി. DCRB ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഡിവൈഎസ്പി മധുബാബുവിനെതിരായ പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും നടപടിയില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് പ്രാഥമിക അന്വേഷണം. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വിളിച്ചു വരുത്തി അപമാനിച്ചെന്ന പരാതിയിൽ നിർമ്മാതാവ് ഷീല കുര്യന്റെ മൊഴി രേഖപ്പെടുത്തിയാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. ഞാൻ എന്താണ് അനുഭവിച്ചത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കതിന് നല്ല ഒരു തീരുമാനമുണ്ടാവും, അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവുമെന്നാണ് എനിക്ക് ഡിവൈഎസ്പിയിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. ഷീല കുര്യനിൽ നിന്ന് മറ്റൊരു നിർമ്മാതാവ് പണം വാങ്ങി കബളിപ്പിച്ചിരുന്നു. ഈ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ മധുബാബു ഇടപെട്ടെന്നാണ് ആരോപണം. സാമ്പത്തിക കേസ് അട്ടിമറിക്കാൻ പണം വാങ്ങി ഓഫീസിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുമെന്ന് പെരുമാറി എന്നതുൾപ്പെടെ ഷീല കുര്യൻ മൊഴിയിൽ വിശദീകരിച്ചു. മധുബാബുവിന്റെ മൊബൈൽ ഫോണും ഓഫീസിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കണമെന്നും ഷീല കുര്യൻ ആവശ്യപ്പെട്ടു. പരാതിയിൽ DCRB ആലപ്പുഴ ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തുന്നത്. മറ്റു പരാതികളിലും ഉടൻ അന്വേഷണം ആരംഭിക്കും. 24 ആലപ്പുഴ. CPI 25ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. പ്രായപരിധി പിന്നിടുന്ന D രാജ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമോ എന്നത് ആകാംക്ഷ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട വിഷയം D രാജ തുടരണമെന്നും ഒഴിയണമെന്നും ആവശ്യപ്പെട്ട് 2 വിഭാഗങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സാഹചര്യം. അതിനിടയിൽ പാർട്ടി കോൺഗ്രസിന് തുടക്കമാകാൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് ചണ്ഡീഗഡിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിനാണ്
ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്രപരമായ ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണ് ഇത്തവണത്തേത്. പഞ്ചാബിലെ 4ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. ഒപ്പം തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് വരുന്നത് എന്നുള്ള ശ്രദ്ധേയമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടികൾ ഈ ഇത്തവണ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നു. ഈ ചണ്ഡീഗഡിലെ കിസാൻ ഭവനിലാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസിന് വേദിയാകുന്നത്. മുൻ ജനറൽ സെക്രട്ടറി സുരവരം സുധാകർ റെഡ്ഡിയുടെ പേരിലാണ് ഈ നഗർ ഒരുക്കിയിരിക്കുന്നത്, സമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ തുടക്കമായി ഇന്ന് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. മൊഹാലിയിലാണ്, അതായത് ഈ സമ്മേളന വേദിയിൽ നിന്നും ഏതാണ്ട് 4.5 കിലോമീറ്റർ അകലെ മൊഹാലി മണ്ഡിയിലാണ് ഈ പൊതുസമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 10,000 പങ്കെടുക്കും. രാവിലെ 11 മണി മുതൽ ജാഥകൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ പൊതുസമ്മേളനത്തിലേക്ക് കടക്കുക. അതിനുശേഷമായിരിക്കും കാര്യപരിപാടികൾ. ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ നാളെ രാവിലെ ആണ് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ സമ്മേളനം നടക്കുന്ന വേദിയുടെ ഹാളിന്റെ ദൃശ്യങ്ങളാണ്. ഇവിടെയായിരിക്കും പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടക്കമുള്ളവ നടക്കുക. മുൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, അന്തരിച്ച കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അതുൽകുമാർ അഞ്ചന്റെ പേരിലാണ് ഈ ഒരു ഹാൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ അടക്കമുള്ളവ അടുത്ത ഘട്ടം നാളെ ആയിരിക്കും ആരംഭിക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ മറ്റ് ഇടത് പാർട്ടി നേതാക്കൾ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഇടത് പാർട്ടികളുടെ നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പ്രത്യയശാസ്ത്രപരമായ മറ്റ് തർക്കങ്ങളോ മറ്റ് വിഷയങ്ങളോ നിലനിൽക്കുന്നില്ല. പാർട്ടിയെ ശാക്തീകരിക്കുക, BJPയെയും RSSനെയും നേരിടാൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക, അതിനായി അടിത്തട്ട് മുതൽ പാർട്ടിയെ ശാക്തീകരിക്കാൻ ആവശ്യമായ ചർച്ചകളാണ് പ്രധാന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ തവണ പാർട്ടി നടപ്പാക്കിയ പ്രായപരിധി 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏറെ പ്രസക്തമാണ്. നിലവിലെ ജനറൽ സെക്രട്ടറി D രാജ, അദ്ദേഹം 75 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. 76 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മാറേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ചില ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രായപരിധി കർശനമായി ഇത്തവണ പാലിക്കണം എന്ന നിർദ്ദേശമാണ് ചില നേതാക്കൾ, ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ളവർ അടക്കമുള്ളവർ ഈ തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം എന്നാൽ ഈ ഒറ്റത്തവണ മാത്രമാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടാതെ അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം പോലെ ഒരു സഖ്യ വ്യവസ്ഥ ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പോലെ ദേശീയ തലത്തിൽ തന്നെ പ്രസക്തനായ ഒരു വ്യക്തി മാറുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നും ഒരു ടേം കൂടി അദ്ദേഹത്തിന് നൽകാമെന്നും പകരം ഒരു ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയെ ഇത്തവണ തെരഞ്ഞെടുത്ത് ഒരു ഘട്ടം ഘട്ടമായി നേതൃമാറ്റം നടപ്പാക്കാമെന്നുമുള്ള നിർദ്ദേശവും പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം അവസാന ദിവസമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഇത്തരത്തിലൊരു മാറ്റം, ഒരു നേതൃമാറ്റം ഇത്തവണ ഈ പാർട്ടി കോൺഗ്രസോടെ പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ, പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിൽ തന്നെയായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. CPI പാർട്ടി കോൺഗ്രസിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രേക്ഷകർക്ക് നന്ദി, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി, രാജ്യത്തിന് നന്ദി, ആ ജൂറിക്ക് നന്ദി. ഗ്രേറ്റ് ഓണർ അല്ലേ? അങ്ങനെ സംഭവിച്ചു. അതിന് ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് 10 മണിക്ക്. ഓക്കെ. പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊരിയുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ അംഗീകരിക്കുന്നത്? അല്ല, ഇത്ര നാൾ 48 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന, എൻ്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു. മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക, താങ്കൾക്ക് ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം എന്ന തരത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനോട്, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് നന്ദി പറയുന്നു.
മലയാള സിനിമയ്ക്ക്. ഓക്കെ, താങ്ക് യു. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം താങ്കളിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളം. ഓക്കെ. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനി ഉണ്ടാകട്ടെ. ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആകട്ടെ. ഓക്കെ, താങ്ക് യു. ഉണ്ടേ, പിന്നെ ഞാൻ അങ്ങ് പോകട്ടെ, പിന്നെ എടുക്കാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ നടൻ മോഹൻലാൽ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു. ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും, മാതാപിതാക്കളോടും ജൂറിയോടുമൊക്കെ അദ്ദേഹം നന്ദി അറിയിച്ചുകൊണ്ടാണ് പോകുന്നത്. 10:30 വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇനി വാർത്താലോകം. H-1B വിസയിൽ വ്യക്തത വരുത്തിയ അമേരിക്ക $1 ലക്ഷം എന്ന ഉയർന്ന നിരക്ക് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് വ്യക്തമാക്കി. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഈ തീരുമാനത്തെ അമേരിക്ക കൂടുതലായി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അമേരിക്ക വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് മധു? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റിജിത്ത്, ഇന്നലെ H-1B വിസയുടെ അപേക്ഷാ ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രൊക്ലമേഷനിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റായ വാർത്തകൾ ലോകമെമ്പാടും പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരിക്കുന്നത്. $1 ലക്ഷം അപേക്ഷാ ഫീസ് പുതിയ H-1B അപേക്ഷകർക്കായിരിക്കും. നിലവിലെ H-1B കാറ്റഗറിയിലുള്ളവർക്ക് ഇത് ബാധകമല്ല. ഞായറാഴ്ച മുതലാണ് ഈ പുതിയ ഫീസ് നിലവിൽ വരുന്നത്. ഇത് ഒരു വാർഷിക ഫീസ് അല്ല, ആപ്ലിക്കേഷനോടൊപ്പം അതിന് ബാധകമായിട്ടുള്ള ഒരു ഒറ്റത്തവണ ഫീസാണ്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള നിലവിലെ H-1B വിസ ഉടമകൾക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് വരുമ്പോൾ ഈ $1 ലക്ഷം ഈടാക്കില്ലെന്ന് ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫീസ് വർഷം തോറും നൽകുമെന്ന് ഇന്നലെ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്ക് പറഞ്ഞത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉയരുവാനുള്ള കാരണവും ഈ ഒരു പരാമർശമായിരുന്നു. ഇത് മാത്രമല്ല, മൈക്രോസോഫ്റ്റ്, JP മോർഗൻ, ആമസോൺ തുടങ്ങിയ വൻകിട കമ്പനികൾ H-1B വിസ കൈവശമുള്ള ജീവനക്കാരോട് അമേരിക്കയിൽ തന്നെ തുടരുവാൻ ഇന്നലെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. H-1B വിസ ഉടമകൾക്ക് സാധാരണ പോലെ തന്നെ രാജ്യം വിടാനും തിരിച്ച് പ്രവേശിക്കാൻ കഴിയുമെന്നും കാരൻ ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ഫീസ് അടുത്ത H-1B ലോട്ടറി റൗണ്ടിൽ മാത്രമേ ബാധകമാകൂ എന്നും നിലവിലെ വിസ ഉടമകൾക്കും അല്ലെങ്കിൽ ഇത് പുതുക്കുമ്പോഴോ ഇത് ബാധകമല്ലെന്ന് ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ, റീജിത്ത്. മധു, ഒരു കാര്യം കൂടെ, ഇന്നലെ ഈ ഒരു വാർത്ത വരുമ്പോൾ ഈ പറയുന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ മൈക്രോസോഫ്റ്റ് അവരുടെ ലോകമെമ്പാടുമുള്ള H-1B വിസ ഹോൾഡേഴ്സിനോട് തിരികെ എത്താൻ പറഞ്ഞു. ഇന്ന് തന്നെ തിരികെ എത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ടായി. അതിനുശേഷം മെറ്റ വരുന്നു, ആമസോൺ, ഇത്തരം കമ്പനികളൊക്കെ ജീവനക്കാരോട്, ഈ വിദേശ ജീവനക്കാരോട് ഈ നിർദ്ദേശം നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ഈ യാത്രാനിരക്കിലൊക്കെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, വലിയ തോതിൽ വിമാന ടിക്കറ്റുകളുടെ നിരക്ക് ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് മുഴുവൻ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നാമത് ഇതൊരു പ്രൊക്ലമേഷനാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പോലുമല്ല, ലീഗലി ബൈൻഡിങ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയൊക്കെ ഇതിന്റെ നിയമസാധുതയൊക്കെ വരും ദിവസങ്ങളിൽ കഴിയുന്നത്ര ഈ തിങ്കളാഴ്ച മുതൽ തന്നെ ഇത് കോടതികളിൽ ഈ വിഷയം കയറി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രൊക്ലമേഷൻ പലപ്പോഴും ഒരു പോളിസി പ്രഖ്യാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരായിരിക്കും വരും ആഴ്ചകളിൽ ഇത് തീർത്തും ഇത് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് ഇതുമായിട്ട് കൂടുതലുള്ള വ്യക്തത H-1B വിസ കാറ്റഗറിയിൽ നിലവിലുള്ളവർക്കും ഇനി അപേക്ഷിക്കാൻ പോകുന്നവർക്കും അവർക്ക് നിയമോപദേശം നൽകുവാൻ സാധിക്കുക. കൃഷ്ണ. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. H-1B വിസ നിരക്ക് വർധന സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി കൂടിയാലോചനകൾ അനിവാര്യമെന്നാണ് ഇന്ത്യയുടെ നിലപാട്.
തടസ്സങ്ങൾ US അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ട്രംപിന്റെ നടപടിക്ക് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൌർബല്യമെന്ന വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഇക്കാര്യത്തിൽ വൈറ്റ് ഹൌസിന്റെ ഭാഗത്തുനിന്ന് ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നിലവിലുള്ള H1B വിസകളെ ഇതൊരു തരത്തിലും ബാധിക്കില്ല, പുതിയ അപേക്ഷകർക്കാണ്, അതുതന്നെ ഒരു വാർഷിക ഫീസല്ല, ഒറ്റത്തവണ ഫീസാണ് എന്ന് വിശദീകരിക്കുമ്പോഴും നിരവധി IT മേഖലയിൽ നിന്നൊക്കെ നിരവധി യുവാക്കളാണ് അമേരിക്കയിലേക്ക് പോകാനായി ഇനിയും അപേക്ഷകൾ നൽകാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ IT മേഖലയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും ഒക്കെ വലിയൊരു തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലുണ്ടല്ലോ. ഏത് രീതിയിലാണ് ഇന്ത്യ ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു പ്രശ്ന പരിഹാരത്തിനായി എന്ത് നടപടികളാണ് ഉണ്ടാവുക? ക്രിസ്ത്യന, H1B വിസ നിരക്ക് വർധനവ് സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിയാലോചനകൾ അനിവാര്യമെന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. തടസ്സങ്ങൾ US അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടെ ഈ ട്രംപിന്റെ നടപടിക്ക് കാരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദുർബലയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വിമർശനം അവർ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിസ നിരക്ക് വർധനവിന് പിന്നാലെ US-ലേക്ക് നേരിട്ടുള്ള വിമാന ടിക്കറ്റിൽ വൻ നിരക്ക് വർധനവ് ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യുക്രൈനിലുണ്ടായ റഷ്യൻ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. സമാര മേഖലയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 4 പേർ മരിച്ചെന്ന് റഷ്യ ആരോപിച്ചു. നാളെ തുടങ്ങുന്ന UN പൊതുസഭയ്ക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. നിപ്രോപെട്രോവ്സ്ക്, മിക്കോലൈവ്, കീവ്, ഒഡേസ എന്നിങ്ങനെ 9 മേഖലകളിലാണ് റഷ്യൻ ആക്രമണമുണ്ടായത്. റഷ്യ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുടെ കുറ്റപ്പെടുത്തൽ. ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി രാജ്യത്തെ അസ്ഥിരമാക്കാനുള്ള റഷ്യയുടെ തന്ത്രമാണെന്നും സെലൻസ്കി പ്രതികരിച്ചു. 3 പേർ മരിക്കുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം ജനവാസ മേഖല കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും യുക്രൈൻ ആരോപിച്ചു. നിപ്രോ നഗരത്തിലെ ബഹുനില കെട്ടിടത്തിൽ മിസൈൽ വന്ന് പതിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സമാര മേഖലയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് റഷ്യ ആരോപിച്ചു. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. സമാരയിലെ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ ലക്ഷ്യം വെച്ചതായി യുക്രൈൻ സൈന്യം സ്ഥിരീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തം. ഇന്നലെ 91 പേർ കൊല്ലപ്പെട്ടു. 4.5 ലക്ഷം പേർ ഇതിനകം വടക്കൻ ഗസയിൽ നിന്നും പലായനം ചെയ്തുവെന്ന് ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. പലായനം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ക്വാഡ് കാപ്റ്ററുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തടവിലാക്കപ്പെട്ട 48 ബന്ദികളുടെ ചിത്രം വിടവാങ്ങൽ ചിത്രമെന്ന അടിക്കുറിപ്പോടെ ഹമാസ് പുറത്തുവിട്ടു. ഫലസ്തീനെ ബ്രിട്ടൻ എന്ന രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇന്ന് ഉച്ചയോടെ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാകുകയും സമാധാന കരാറിലെത്തുകയും ചെയ്യാത്ത പക്ഷം ഈ മാസം പലസ്തീൻ വിഷയത്തിൽ നിലപാട് മാറ്റുമെന്ന് സ്റ്റാമർ ജൂലൈയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ മാസം കിയർ സ്റ്റാമറെ സന്ദർശിച്ചപ്പോൾ പലസ്തീൻ അംഗീകാരം നൽകാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് സ്വാഗതം ചെയ്തിരുന്നു. അടുത്തയാഴ്ച നടക്കുന്ന UN പൊതുസഭയിൽ ഫ്രാൻസും ഓസ്ട്രേലിയയും പോർച്ചുഗലും കാനഡയും അടക്കമുള്ള രാഷ്ട്രങ്ങളും പലസ്തീനെ അംഗീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. ഗസയിൽ വ്യോമാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ഹമാസിന്റെ സൈനിക കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വടക്കൻ ഗസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ സിം മഹ്മൂദ് യൂസഫ് അബു അൽഖിർ കൊല്ലപ്പെട്ടെന്ന് IDF വാദം. ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യാ കേസിൽ കക്ഷി ചേർന്ന് ബ്രസീൽ. കേസിൽ കക്ഷികളായ രാജ്യങ്ങൾക്ക് ICJ നടപടിക്രമങ്ങളിൽ ഇടപെടാം. 2023 ഡിസംബർ 29-നാണ് ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് ഫയൽ ചെയ്തത്. മൗദൂദിയുടെയും ഖുദൂബിന്റെയും അടക്കം പുസ്തകങ്ങൾ നിരോധിച്ച താലിബാൻ. സ്കൂൾ ലൈബ്രറികൾ, യൂണിവേഴ്സിറ്റികൾ, ബുക്ക് സ്റ്റോളുകൾ എന്നിവിടങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ നീക്കം ചെയ്യും. അഫ്ഗാൻ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന പുസ്തകങ്ങൾ നീക്കം ചെയ്യുമെന്നാണ് അറിയിപ്പ്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡച്ച് പാർലമെന്റിലെത്തി എസ്തർ ഒവൈഹാൻ. സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് എസ്തർ സംസാരിച്ചു തുടങ്ങിയതോടെ സ്പീക്കർ മാർട്ടിൻ ബോസ്മ അതൃപ്തി പ്രകടിപ്പിച്ചു. നിഷ്പക്ഷമായ വസ്ത്രം ധരിക്കണമെന്ന് സ്പീക്കർ എസ്തറിനെ അറിയിച്ചു.
വാർത്തകളിലേക്ക് വീണ്ടും SKN40 ജ്യോതിർഗമയുടെ ഭാഗമായി 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തെരഞ്ഞെടുത്ത 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വിതരണം ചെയ്യുന്ന പരിപാടി തുടരുകയാണ്. എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, കോട്ടയം, കണ്ണൂർ, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലെ വ്യത്യസ്ത സ്കൂളുകളിലാണ് കഴിഞ്ഞയാഴ്ച കമ്പ്യൂട്ടർ വിതരണം നടന്നത്. തിരുവനന്തപുരം പൊന്മുടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം പെരിങ്ങമല പഞ്ചായത്ത് പൊന്മുടി 2ാം വാർഡ് മെമ്പർ രാധാമണി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പൂമാല ട്രൈബൽ സ്കൂളിന് 8 കമ്പ്യൂട്ടറുകളും പ്രിന്ററും കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് സുധാകരൻ PGയും വിദ്യാർത്ഥി അതുൽ കൃഷ്ണ ഗോപനും ചേർന്നാണ് പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തത്. കാഞ്ഞാർ SHO ശ്യാംകുമാർ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എറണാകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം 24 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നിതിൻ അംബുജൻ നിർവഹിച്ചു. ആലുവ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കോട്ടയം വെളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈല കുമാർ ഉദ്ഘാടനം ചെയ്തു. 24 ചാനൽ കുട്ടികളുടെ ഈ IT പഠനം മെച്ചപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിനെ സെലക്ട് ചെയ്തതിൽ അതിയായ സന്തോഷം. ആലപ്പുഴ ഇലിപ്പിക്കുളം KKM സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കമ്പ്യൂട്ടർ വിതരണം കായംകുളം DYSP T ബിനുകുമാറും വള്ളികുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ 2 സ്കൂളുകളിൽ കഴിഞ്ഞയാഴ്ച കമ്പ്യൂട്ടർ വിതരണം നടന്നു. അരീക്കമല ഗവൺമെന്റ് UP സ്കൂളിലെ കമ്പ്യൂട്ടർ വിതരണം പഞ്ചായത്ത് അംഗം അനില ജെയിൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠാപുരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശൻ PV ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ കൗൺസിലർ VC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി സിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഒരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയ ഒരു ചാനലിന്റെ ശ്രീകണ്ഠൻ നായർ നേരിട്ട് കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ 8 കമ്പ്യൂട്ടർ അതിൻ്റെ പ്രിൻ്റർ അടക്കം ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമ ഇതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കുക എന്നുള്ളത് വളരെ മഹത്തായ കാര്യമാണ്. മലപ്പുറത്ത് നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ CI സുനിൽ പുളിക്കൽ മുഖ്യാതിഥിയായി. കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രമുഖ സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മതം, ജാതി ഇതൊക്കെ പറയാനല്ലാതെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ സ്നേഹവും സങ്കടവുമാണ് സത്യമായിട്ടുള്ള കാര്യം. അല്ലാതെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള കവിതയാണ് യഥാർത്ഥ കവിത. കമ്പ്യൂട്ടർ വിതരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തം ദാസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബളാന്തോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KK വേണുഗോപാൽ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വയനാട് മേപ്പാടി ചൂരൽമല റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാപ്പിളത്തോട്ടം ഭാഗത്ത് നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയാണ് വീടുകൾക്ക് ഭീഷണിയാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ അനവധി നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. മേപ്പാടി ചൂരൽമല റോഡ് വീതികൂട്ടൽ നടപടി തുടരുകയാണ്. റോഡിന് താഴെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണ് നീക്കം. 50 അടിയോളം ഉയരത്തിൽ സംരക്ഷണ ഭിത്തി വരുമ്പോൾ താഴെയുള്ള വീടുകളെ ബാധിക്കും. കനത്ത മഴ പെയ്താൽ സംരക്ഷണ ഭിത്തി തകരാനുള്ള സാധ്യത ഏറെയെന്ന് നാട്ടുകാർ. 50 അടിയോളം ഉയരത്തിലാണ് ഇവിടുന്ന് കെട്ട് പൊന്തി പോകുന്നത്. ഇവിടെ മണ്ണിടിച്ചിൽ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ഭീഷണിയായി നിലനിൽക്കുന്ന ടൈമിൽ ഇവിടെ കെട്ടുന്നത് ശാശ്വതമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ വീടുകൾക്ക് മാത്രമല്ല, ഭാവിയിൽ റോഡിന് തന്നെ വലിയൊരു ഭീഷണിയുള്ള രീതിയിലാണ് അവർ കെട്ടാനുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. റോഡിന് മറുഭാഗത്ത് HML എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള സ്ഥലം വിട്ടു നൽകിയാൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഒഴിവാക്കാൻ കഴിയും. ചില ഭാഗങ്ങളിൽ എസ്റ്റേറ്റ് ഈ വിധം ചെയ്തിട്ടുണ്ട്. ഈ കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ശരിക്ക് തേയില നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് തുരങ്കപാത വരുന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങളിൽ പോകും. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ സൈഡിൽ നിന്ന് ഈ കുഴിയിൽ നിന്ന് കെട്ടിപ്പൊക്കുന്നതിന് പകരം മേൽഭാഗത്ത് മണ്ണിടണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇത് ഭീഷണി തന്നെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലെങ്കിലും ഈ ഭാഗം ഇടിച്ചിട്ട് റോഡ് വീതി കൂട്ടി തരണം എന്നാണ് എൻ്റെ അപേക്ഷ. പൊതുമരാമത്ത് വകുപ്പിന്റെ അടക്കമുള്ള എഞ്ചിനീയർമാർ സംരക്ഷണ ഭിത്തി സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കിയതായും നാട്ടുകാർ പറഞ്ഞു. അതിനാൽ തന്നെ റോഡിന് മറുവശത്തുള്ള സ്ഥലം ഏറ്റെടുത്ത് തങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 വയനാട്.
ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിതത്തിൽ കഴിയുകയാണ് അടിമാലി സ്വദേശി ഫിലോമിന. പഞ്ചായത്ത് അധികൃതർ നേരിട്ട് നടത്തിയ അറ്റകുറ്റപ്പണിയിലെ അശാസ്ത്രീയതയാണ് വീടിന്റെ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് പരാതി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചെന്ന് വാർഡ് മെമ്പർ അടക്കമുള്ളവർ പറയുന്നു. അടിമാലി ദേവിയാർ ഉന്നതിയിലെ ഫിലോമിന കഴിഞ്ഞ 5 മാസമായി അന്തിയുറങ്ങുന്ന വീടിന്റെ അവസ്ഥയാണിത്. മഴ പെയ്താൽ വീട് ആകെ ചോരും. കിടക്ക മുതൽ അടുക്കളയിൽ വരെ പാത്രം വെക്കേണ്ട അവസ്ഥ. പഞ്ചായത്ത് നൽകിയ 50,000 രൂപയുടെ അറ്റകുറ്റപ്പണി വാർഡ് മെമ്പറുടെ മേൽനോട്ടത്തിൽ നടത്തിയതിന് പിന്നാലെയാണ് ഈ അവസ്ഥയെന്നാണ് ഫിലോമിന പറയുന്നത്. എൻ്റെ പെരയ്ക്ക് ഒരു മെയിൻ്റനൻസിന് കിട്ടി, അത് മേഞ്ഞിട്ട് ശരിയായില്ല, എല്ലാം ഓട്ടയാണ്, ചോർച്ചയാണ്. അതുകൊണ്ട് മെമ്പർ എടുത്ത് അത് ഉടമ്പടി എടുത്ത് മേഞ്ഞ് തന്നതാണ്. 16 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൈസ മൊത്തം അവർ പണിക്കാശാന്നും പറഞ്ഞ് കൊണ്ടുപോയി. ഇത്രയാണ് കാണിച്ചത്. ഇപ്പം കിടക്കാൻ നിവൃത്തിയില്ല. പണം പലകുറിയായി കോൺട്രാക്ട് വാങ്ങിയെങ്കിലും പണി പാതിയിൽ ഉപേക്ഷിച്ചു എന്നാണ് ആരോപണം. അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ആരും ഇടപെട്ടില്ല. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് വാർഡ് മെമ്പർ. ഇന്നല്ല ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. പിന്നെ ഈ ഹൈ റേഞ്ചിൽ ഇപ്പോഴും മഴയാണ്. ഇന്നും ഇവിടെ മഴയാണ്. വേറെ എവിടെയും മഴ കാണിയല്ല. മഴയില്ലാത്തപ്പോഴേ ആ ഷീറ്റിന്റെ മുകളിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ശരിക്കും മഴ മാറിയ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആരെ കൊണ്ട് വേണേലും ചേച്ചി ചെയ്യിച്ചോ, അവർക്ക് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ അയൽദോസിൻ്റെ ഇന്ന് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് പണിയാൻ ആൾ വരുന്നില്ല. നിത്യരോഗിയായ ഫിലോമിനയ്ക്ക് ആകെയുള്ള കിടപ്പാടത്തിലും സമാധാനമായി കിടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. 24 ഇടുക്കി. ഇന്ന് ലോക അൽഷൈമേഴ്സ് ദിനമാണ്. അൽഷൈമേഴ്സ് ഉൾപ്പെടെയുള്ള മറവി രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. തലച്ചോറിലെ നാഡീകോശങ്ങൾ നശിക്കുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന രോഗമാണ് അൽഷൈമേഴ്സ്. നാഡീകോശങ്ങൾ നശിച്ചാൽ പിന്നീടതിനെ പുനരുജ്ജീവിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അൽഷൈമേഴ്സ് രോഗത്തിന് പൂർണ്ണമായി ഒരു ചികിത്സ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 2030 മറവി രോഗം ബാധിച്ചവരുടെ എണ്ണം 7.8 കോടി കടക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഓരോ 3 സെക്കൻഡിലും ഒരാൾക്ക് വീതം മറവി രോഗം ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇവരിൽ ഭൂരിഭാഗവും വികസ്വര അവികസിത രാജ്യങ്ങളിലാണ്. സാമ്പത്തിക രംഗത്ത് $1.3 ട്രില്യൺ ബാധ്യതയാണ് മറവി രോഗം മൂലമുണ്ടാകുന്നത്. ഇന്ത്യയിലെ മറവി രോഗബാധിതരിൽ 90% രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, സാമൂഹികമായ ഉൾവലിയൽ, മോശം ഉറക്കക്രമം തുടങ്ങിയവയാണ് അൽഷൈമേഴ്സിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ക്രമേണ ഓർമ്മ നശിക്കൽ, വിഭ്രാന്തി, മതിഭ്രമം എന്നിവയിലേക്കെത്താം. ചിലരിൽ ചലനശേഷിയും കാഴ്ച കേൾവിശക്തിയും വരെ ബാധിക്കാം. മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ അൽഷൈമേഴ്സ് തടയാനുള്ള മുൻകരുതലുകൾ എടുക്കലാണ് പ്രാഥമികമായി നമുക്ക് ചെയ്യാനാവുന്നത്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും മതിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെയും അൽഷൈമേഴ്സിന്റെ ആഘാതത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാം. ഡിമെൻഷ്യയെപ്പറ്റി ചോദിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനത്തിന്റെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24. നോക്കാമിനി അറിയിപ്പുകൾ. കളമശ്ശേരി മണ്ഡലത്തിൽ ആരംഭിച്ച സ്നേഹവീട് പദ്ധതിക്ക് ഇന്ന് തുടക്കം. 5 വീടുകൾക്ക് ഇന്ന് തറക്കല്ലിടുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. കളമശ്ശേരിയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണെന്നും മന്ത്രി പ്രതികരിച്ചു. പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി മോഡൽ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന നീതിമേള ഇന്ന് ദുബായിൽ. റാഷിദിയ പേസ് മോഡേൺ സ്കൂളിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 വരെയാണ് പരിപാടി. വർക്കല നഗരസഭയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ജോലിയൊഴിവ്, പ്ലംബിംഗ്, ഇലക്ട്രിക് വർക്ക് എന്നിവയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ഈ മാസം 25-നകം അപേക്ഷ നൽകണം. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് HSSൽ അധ്യാപക ഒഴിവ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ് ഗസ്റ്റ് ലെക്ചർ തസ്തികയിലേക്കാണ് ഒഴിവ്. എറണാകുളം മുത്തോലപുരത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിൻസെന്റ് ഡി പോൾ, SMYM സംഘടനകളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. ഈ മാസം 28 രാവിലെ 9:15 മുതൽ 12:30 വരെ പൗരിഷോളിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ഇന്ന് അന്താരാഷ്ട്ര സമാധാന ദിനമാണ്. യുദ്ധങ്ങളോ അക്രമങ്ങളോ ഇല്ലാത്തൊരു ലോകത്തിനായി നിലകൊള്ളാനും മാനവരാശിക്കായി സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനും ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യുദ്ധങ്ങൾ രക്തച്ചൊരിച്ചിലുകൾക്കും ക്ഷാമങ്ങൾക്കും വിവരണാതീതമായ ദുരിതങ്ങൾക്കുമിടയാക്കുന്ന സമയത്താണ് ലോകസമാധാനത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന അന്താരാഷ്ട്ര സമാധാന ദിനമെത്തുന്നത്. ഗസയിൽ നിന്നുള്ള നടുക്കുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു.
യുക്രൈൻ റഷ്യ യുദ്ധത്തിനു പുറമെ സുഡാനിലും സിറിയയിലും മ്യാൻമറിലും യമനിലും ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കോങ്കോയിലുമെല്ലാം അസമാധാനത്തിന്റെ കാർമേഘങ്ങളാണുള്ളത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. സമാധാനമെന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല. സമത്വം, നീതി, ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യം, മാനുഷിക മൂല്യങ്ങളോടുള്ള ബഹുമാനം എന്നിവയെല്ലാം സമാധാനത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. രാജ്യങ്ങൾ തമ്മിലും സമൂഹങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുക, അക്രമങ്ങളും യുദ്ധങ്ങളും താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കുക, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം എന്നിവയെല്ലാം സമാധാന ദിനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. സ്വന്തം ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും മറ്റുള്ളവരുമായി സ്നേഹവും ദയയും പങ്കുവയ്ക്കാനും ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ സാധിക്കും. ലോകസമാധാനത്തിലേക്കുള്ള പാത ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2ാം സീസണിലെ കാലിക്കറ്റ് FC ടീമിനെ പ്രഖ്യാപിച്ചു. 6 വിദേശ കളിക്കാരും 5 ദേശീയ താരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ടീം. കിക്ക് ദ ഹാബിറ്റ്, സേ നോ ടു ഡ്രഗ്സ് എന്നതാണ് കാലിക്കറ്റ് FCയുടെ ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് ബീച്ചിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. 31 കളിക്കാരാണ് ടീമിലുള്ളത്. അർജന്റീനിയൻ കോച്ച് എവർ ഡിമാൾഡെ മുഖ്യ പരിശീലകനാണ്. സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിന്റെ മുൻ പരിശീലകനായിരുന്ന ബിബി തോമസ് മുട്ടത്ത് സഹപരിശീലകനാകും. വിജയത്തിന്റെ പോരാട്ട വീര്യത്തോടെ കോഴിക്കോടിന്റെ സ്വന്തം ചാമ്പ്യന്മാർ. സിനിമാ താരവും കാലിക്കറ്റ് FC ബ്രാൻഡ് അംബാസഡറുമായ ബേസിൽ ജോസഫ് കിക്ക് ദി ഹാബിറ്റ്, സേ നോ ടു ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, ഏറ്റവും നല്ല കോച്ചിനെ കൊണ്ടുവരിക. കാലിക്കറ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഹൃദയമിടിപ്പാണ് ഫുട്ബോൾ. അതിൽ പ്രത്യേകിച്ച് മലബാറിന്റെ, പ്രത്യേകിച്ച് കാലിക്കറ്റിന്റെ. അപ്പോൾ കാലിക്കറ്റിന് എത്രമാത്രം ഫുട്ബോൾ എത്രമാത്രം വലുതാണെന്ന് പൂർണ്ണമായും കൃത്യമായും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിന്റെ ടീം മാനേജ്മെന്റ് ആ ഒരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 2 മുതൽ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 ടീമുകൾ സീസൺ 2 മാറ്റുരയ്ക്കും. 24 കോഴിക്കോട്. ഇനി ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിയെ തകർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ചെൽസിയെ 1-2 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ചെൽസി ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസിനും മാഞ്ചസ്റ്റർ മിഡ്ഫീൽഡർ കാസമിറോയ്ക്കും മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചു. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. 413 റൺസ് പിന്തുടർന്ന ഇന്ത്യ 369 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യയ്ക്ക് വേണ്ടി സ്മൃതി മന്ദാന 63 പന്തിൽ 125 റൺസ് നേടി. സൗദി പ്രോ ലീഗിൽ അൽ നസറിന് തകർപ്പൻ ജയം. അൽ റിയാദിനെ 1-5 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ഇരട്ട ഗോൾ നേടി. ഇതോടെ പോയിന്റ് പട്ടികയിൽ അൽ നസർ 1-ാം സ്ഥാനത്ത് തുടരും. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.